അല്ല ഈ ദൃശ്യമാധ്യമം സ്വഭാവം കേട്ടിടത്തോളം അടിയായിരുന്നു അങ്ങനെ ടൈപ്പാ വലിയ സമയം പിടിക്കില്ല. ഇതൊക്കെ എന്തിനിവിടെ പറയാൻ പോകുന്നു? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയപ്പോ അങ്ങയോടെ പറഞ്ഞ ബാക്കി അവനോടല്ല. ഹരിദാസിന്റെ വാർത്തകാരിയെ ഞാൻ പറഞ്ഞു. ഇത് കിട്ടണത് നീ മേടിച്ചു. കുറ്റപത്രത്തിലുണ്ടായി ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്റെ ഓഫീസ് എന്റെ PA കൈക്കൂലി വാങ്ങിച്ചു കള്ളവാർത്ത കൊടുത്ത തടയരുത്. ആ പരാതി അങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്? ആ പരാതി മന്ത്രിക്ക് വന്ന പരാതിയല്ലേ? മന്ത്രി എന്തുകൊണ്ടാ പരാതി കൈമാറിയില്ല? എന്തുകൊണ്ട് നടപടി എടുത്തില്ല? റിപ്പോർട്ട് വാർത്ത പുറത്തുകൊണ്ടിരുന്നത് മന്ത്രിയുടെ സ്റ്റാഫൊക്കെ എവിടെയായിരുന്നു? അതല്ല ഉദ്ദേശം. ഞാൻ മാറി. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അങ്ങയോടാണ് ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ തന്നെ മറുപടി പറഞ്ഞു. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത്. ഞാൻ പറയാം. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. അണ്ടർവെയറിന് കടുങ്കെട്ട് വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. മന്ത്രിയുടെ ഓഫീസിൽ തന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്ന ഒരു പരാതി അടിസ്ഥാനമാക്കി ധൈര്യം കൊള്ളാം. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വാർത്തയിൽ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. മന്ത്രി തന്നെയാണ് വിഷയം എടുത്തിട്ടുള്ളത്. കൈക്കൂലി വാങ്ങിച്ചോ? കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസല്ലേ ചോദിച്ചു നോക്കുമ്പോൾ? കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസല്ലേ ചോദിച്ചു നോക്കുമ്പോൾ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. തിരിച്ചടിക്കണ ജാതി തന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസായി. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.